നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിയിലെ സൂപ്പർ പോരിൽ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തടയാൻ പാകിസ്ഥാൻ പേസർ ഷഹീൻ അഫ്രീദി മനഃപൂർവ്വം ശ്രമിച്ചുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച ആരാധകർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ ഒരു വാദത്തിനെ ന്യായീകരിക്കുന്ന തരത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇതിഹാസ താരമായ സുനിൽ ഗവാസ്കർ. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ എതിർ ടീമിലെ ഒരു താരത്തിന്റെ സെഞ്ചുറി നിഷേധിക്കാനുള്ള കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. കോഹ്ലി 90കളിലേക്ക് അടുക്കവെയാണ് ഒരു ഓവറിൽ 3 വൈഡുകൾ ഇറങ്ങിയ കോഹ്ലിയുടെ സെഞ്ചുറി തടയാനുള്ള ശ്രമം ഷഹീൻ നടത്തിയത്. പക്ഷേ ഇതിൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. 51ാം ഏകദിന സെഞ്ചുറിയും ടീമിന്റെ വിജയ റണ്ണും ഒരേ ബോളിൽ കുറിച്ചാണ് കോഹ്ലി ഹീറോയായി മാറിയത്. 111 പന്തുകളിൽ 100 റൺസുമായി കോഹ്ലി പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തടയാൻ മനഃപൂർവ്വം തന്നെയാണ് ഷഹീൻ അഫ്രീദി ഒരു ഓവറിൽ ചില വൈഡുകൾ എറിഞ്ഞത് എന്നാണ് സുനിൽ ഗവാസ്കർ ആഞ്ഞടിക്കുന്നത്. വിരാട് കോഹ്ലി 100ലേക്ക് എത്തരുത് എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഷഹീൻ അഫ്രീദി അല്പം വൈഡായി എറിഞ്ഞത്. കോഹ്ലി 90 റൺസ് എടുക്കുന്നത് അംഗീകരിക്കും, പക്ഷേ സെഞ്ചുറി നേടുന്നത് വലിയ വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനെതിരെ ഇത് അംഗീകരിക്കാൻ പലർക്കും സാധിക്കില്ല. പാകിസ്ഥാൻ ടീം അത് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നില്ല. തങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നുറപ്പായ മത്സരത്തിൽ എതിരാളികൾ ചില റെക്കോർഡുകൾ കുറിക്കണമെന്ന് ഒരു ടീമും ആഗ്രഹിക്കില്ല. അത് ചിലപ്പോൾ കൂടുതൽ സെഞ്ചുറികൾ, കൂടുതൽ 5 വിക്കറ്റ് നേട്ടങ്ങൾ, സ്വന്തം ടീമിന്റെ ചെറിയ സ്കോർ എന്നിങ്ങനെ എന്തും ആകാം. തങ്ങളുടെ പേരിലാകരുത് എന്ന് ടീമുകൾ ആഗ്രഹിക്കാത്ത റെക്കോർഡുകളാണ് ഇവയെല്ലാം എന്നും ഗവാസ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് ടീമിനെതിരായ ഇന്നിംഗ്സിനിടെ ചില വമ്പൻ നാഴികക്കല്ലുകളും കോഹ്ലിയെ തേടിയെത്തിയിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് പൂർത്തിയാക്കിയ 3ാമത്തെ താരമായി മാറിയ അദ്ദേഹം റിക്കി പോണ്ടിങ്ങിനെ മറികടന്ന് ഓൾ ടൈം റൺവേട്ടക്കാരുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യക്കെതിരെ 42ാമത്തെ ഓവറിലായിരുന്നു ഷഹീൻ അസാധാരണമായി ചില വൈഡുകൾ എറിഞ്ഞത് കോഹ്ലിക്ക് നേരെ. ഇന്ത്യക്ക് ജയിക്കാൻ അപ്പോൾ വേണ്ടിയിരുന്നത് വെറും 17 റൺസും സെഞ്ചുറിയിലെത്താൻ കോഹ്ലിക്ക് വേണ്ടിയിരുന്നത് 13 റൺസുമായിരുന്നു. എന്നാൽ വൈഡുകൾ ഇറങ്ങി ഇന്ത്യയെ ജയിപ്പിക്കാൻ ശ്രമിച്ച ഷഹീൻ കോഹ്ലിയുടെ സെഞ്ചുറി തടയാനുള്ള ശ്രമവും മനഃപൂർവ്വം നടത്തുകയായിരുന്നു. 3 വൈഡുകളാണ് അദ്ദേഹം ഈ ഓവറിൽ എറിഞ്ഞത്. ഇതിലൊന്ന് വിക്കറ്റ് കീപ്പറെ മറികടന്ന് പോയെങ്കിലും ബൗണ്ടറി ലൈനിന്റെ തൊട്ടരികിൽ വെച്ച് ഫീൽഡ് ചെയ്യപ്പെടുകയായിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഇപ്പോൾ പ്രതിഭാശാലികളായ കളിക്കാരുടെ അഭാവമുണ്ട് എന്നും പഴയതുപോലെ ലോകോത്തര താരങ്ങൾ അവിടെ നിന്നും ഉയർന്നു വരുന്നില്ല എന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ടീമിന്റെ ബെഞ്ച് നിര വളരെ ദുർബലമാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. അത് വലിയ അതിശയകരമായിട്ടാണ് തോന്നുന്നത്. പാകിസ്ഥാൻ എല്ലായ്പ്പോഴും സ്വാഭാവികമായ പ്രതിഭകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം എന്ന് പറഞ്ഞത് കൊണ്ട് അവർ സാങ്കേതികപരമായി ശരിയായിരുന്നു എന്ന് അർത്ഥമില്ല. പക്ഷേ ബാറ്റിനെയും ബോളിനെയും കുറിച്ച് സഹജമായ ധാരണ അവർക്കുണ്ടായിരുന്നു എന്നും ഗവാസ്കർ പറയുകയാണ്. എന്തായാലും പാകിസ്ഥാൻ ടീമിന്റെ ഈ ഒരു തകർച്ചയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. ദുബായിൽ തങ്ങൾക്ക് അനുകൂല പിച്ച്, തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്ന ഒരു പിച്ചിന് മുന്നിലാണ് പാകിസ്ഥാൻ ടീം മുട്ടുമടക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്.